ഞങ്ങളൊരു ചെറിയ ന്യൂ ഇയർ ആഘോഷം. അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചിക്ക്മംഗ്ലൂരേക്ക് വെച്ചിട്ടാണ് പോണത്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. റോഡ്സിൽ ഫുൾ ഫോഗമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 6 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വെച്ച് പിടിച്ചൊരു 100 kilometers ആയി കഴിഞ്ഞപ്പോൾ ധ്രുവന്തര റെസ്റ്റോറൻറ്റിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ എല്ലാവരും ഫുഡ് വന്നിട്ട് ഫുൾ ബിസിയാണ്, ഫുൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദോശ, പൂരി, മസാല ദോശ എന്ന് വേണ്ട സകല സാധനങ്ങൾ നമ്മൾ അവിടെ പൊങ്കൽ എന്തൊക്കെ കർണാടക ഡിഷസ് കിട്ടും അതെല്ലാം വാരി വലിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ ബട്ടർ മസാല ദോശയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഹോം സ്റ്റേയിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ബേലൂർ കയറാമെന്ന് വിചാരിച്ചത്. ബേലൂർ ചെന്നകേശവ സ്വാമി ടെമ്പിളിലാണ് പോയിട്ടുള്ളത്. അടിപൊളി കേട്ടോ സംഭവം. നമ്മളിങ്ങനെ മെസ്മറൈസ്ഡ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. നമ്മളവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആർക്കിടെക്ചറും മറ്റേ ഇതും എല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ കണ്ണ് തള്ളി നിൽക്കുക എന്നൊക്കെ പറയില്ലേ. ഇത് ഹൊയ്സാലേശ്വര എംപയറിൻ്റെ സമയത്ത് 12th century അവരിതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ പൊന്നെ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് കാവിങ്സൊക്കെ കാണുന്നത്. സത്യം വേറെ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ തീരുമല്ലോ കേട്ടോ. ഇവിടെ നമ്മളുടെ ലോർഡ് വിഷ്ണുവാണ് പ്രതിഷ്ഠ ഉള്ളത്. വിഷ്ണു അവിടെ നമ്മൾ തൊഴുത് അവിടെ പുറത്ത് ഇതേപോലെ കുറേ ബുദ്ധപ്രതിമകളും കല്ലിൽ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ നമ്മളുടെ റിസോർട്ടിലേക്കാണ് പോയിട്ടുള്ളത്. റിസോർട്ടിനൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു ഹോം സ്റ്റേ ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ ചിക്ക്മംഗ്ലൂർ എത്തി. അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഇവിടേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഈ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ സ്റ്റേ ചെയ്തു. ബാക്കി കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചിക്ക്മംഗ്ലൂർ ഒരു ഹൈയസ്റ്റ് പീക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ നേരെ പോയി. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പം, അതായത് 31st നൈറ്റായി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഫുൾ ഓണായി തുടങ്ങി. ഫയർ ക്യാമ്പും ഒക്കെ ഇട്ടിട്ട് അടിപൊളി. മ്യൂസിക്കൽ ചെയർ ഇതാണ് നമ്മുടെ വാനരപ്പടയുടെ വക. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലേഡീസിൻ്റെ വക മ്യൂസിക്കൽ ചെയർ. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു രാത്രി നമ്മളെല്ലാവരും കൂടെ, വേറെ ഒരു 3 ഫാമിലി ഉണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഉള്ളവരായിരുന്നു, മലയാളീസ് തന്നെ. പെട്ടെന്ന് നമ്മളെല്ലാവരും ഭയങ്കര കമ്പനിയായി. പിന്നെ അവിടെ പാട്ടും ഡാൻസും ഫുൾ ജോളിയായിരുന്നു. നമ്മളൊരു 4 ഫാമിലി ഉണ്ടായിരുന്നു, അവരൊരു 3 ഫാമിലിയും. പിന്നെ നമ്മൾ ഓൾവേസ് ലൈക്ക് എ ഫാമിലി. നമ്മളെല്ലാവരും കൂടെ ഇതാക്കി. നമ്മളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം ഡാൻസ് പഠിപ്പിക്കുന്നു. ബാക്കി എല്ലാവരും ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നു. ഇതെൻ്റെ മോളാട്ടോ സഹസ്ലോക. അത് കഴിഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ. അവിടെ അടിപൊളി ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫയർ വർക്ക്സിനൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റേ ഭയങ്കര സൂപ്പറാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിലും, പക്ഷേ നമ്മളുടെ ആ ഒരു എനർജി അതിന് ഭയങ്കര പോസിറ്റീവായിരുന്നു. നമ്മളങ്ങ് അടിച്ച് പൊളിച്ചു കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ എന്താ പറയുക, ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മനസ്സങ്ങ് റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ജിൽ എന്ന് പറയുന്ന പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിരുന്നു. ഫയർ വർക്ക്സൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഒരു അടിപൊളി രസ്മലായി കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രസ്മലായി കേക്കൊക്കെ വന്ന് നമ്മളിങ്ങനെ ന്യൂ ഇയർ ആകുമ്പോൾ കേക്ക് കട്ട് ചെയ്യണ്ടേ, നമ്മളിങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പാടി നമ്മളെല്ലാവരും കൂടെ പൊളിച്ചടുക്കി. നമ്മളുടെ ന്യൂ ഇയർ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് 30th പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് മിനിറ്റ് നമ്മളെല്ലാ സ്ഥലത്തും വിളിച്ചിട്ട് അന്വേഷിച്ചപ്പോഴും റിസോർട്ട്സും ഒക്കെ ബുക്ക്ഡായിരുന്നു. ലാസ്റ്റ് നമുക്ക് കിട്ടിയൊരു റിസോർട്ടായിരുന്നു ഇത്. സ്റ്റേ ഒന്നും അത്ര അടിപൊളിയായിരുന്നില്ല, പക്ഷേ എന്നാലും നമ്മളതിങ്ങനെ എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ, അതായത് ഫസ്റ്റിന് രാവിലെ ഞങ്ങൾ എണീറ്റ് നമ്മളിങ്ങനെ എവിടെ പോകുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹൊയ്സാലേശ്വര ടെമ്പിളിൽ പോകാമെന്ന് വിചാരിച്ചത്. അതിലേക്ക് പോണ റൂട്ട് നമ്മളിങ്ങനെ ശരിക്കും ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഇങ്ങനെ നാടൻ ഇങ്ങനെ കുറേ പശുവിനെ മേച്ചിട്ടും കാളകളും പോത്ത്, കാളവണ്ടി, മരങ്ങളും പുളിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ശരിക്കും ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൊയ്സാലേശ്വര ടെമ്പിളിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ ഫുഡ് കഴിക്കണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ന്യൂ ഇയർ ആയിട്ട് തന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയി ഇങ്ങനെ ഫുള്ളി ഗ്രാമാന്തരീക്ഷം എൻജോയ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പിന്നെ ലഞ്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏർലി ലഞ്ച് കഴിച്ചു. അങ്ങനെ അതൊരു സ്വദേശി മീൽ എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടില്ല. അമ്പലത്തിൽ നിന്നൊരു 600 meters. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ളൊരു കർണാടക സ്റ്റൈൽ ഒരു ബുഫേ ആയിരുന്നു അത്. 200 rupees ആയിരുന്നു പെർ ഹെഡ് ഉണ്ടായിരുന്നത്. ഹോളിഗേ ഉണ്ടായിരുന്നു, ഒരു സാലഡ്, പിന്നെ ഒരു കടല വെച്ചിട്ട് എന്തോ ഒരു കറി, അതിൻ്റെ പേരൊക്കെ എനിക്ക് മറന്നുപോയി.
കടലുണ്ട്, പുളിയോഗര ഉണ്ടായിരുന്നു, പിന്നെ ഇതാ തക്കാളി തൊക്ക്, മറ്റേ ഹോളിക്ക് മധുരമുള്ളതാണ്, നെയ്യ് വെച്ചിട്ട്. പിന്നെ ജോറിൻ്റെ റൊട്ടി ആട്ടോ, പ്ലെയിൻ റൈസ്, കേർഡ് റൈസ്, സാമ്പാറുണ്ടായിരുന്നു, രസം. ഇതെല്ലാം പക്ക ഒരു കർണാടക സ്റ്റൈൽ. എനിക്ക് തോന്നുന്നു പപ്പടം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു നാടൻ എന്ന് വെച്ചാൽ കർണാടക സ്റ്റൈലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അതെല്ലാം ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഹൊയ്സലേശ്വര ടെമ്പിൾ. ഇതും ഏതാണ്ട് നമ്മുടെ ബേലൂർ ടെമ്പിളിൻ്റെ അതേ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇത് രണ്ടും ഹൊയ്സാല എംപയറിൻ്റെ അണ്ടറിൽ നമ്മൾ അന്നേരം 12th century ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ബ്രീത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ്, വൺ ഓഫ് ദ മാർവലസ് ടെമ്പിൾസ്. ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതിൽ അടിപൊളി, എൻ്റെ പൊന്നെ, ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ ശരിക്കും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗൈഡിനെ എടുത്തിട്ട് ഗൈഡഡ് ടൂർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ റൂഫിലുള്ളൊക്കെ ചെയ്തിട്ടുള്ള വർക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അമ്പലത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. പിന്നെ 2 സൈഡിലും 2 നന്ദിയുടേതുണ്ട്. അത് രണ്ടും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ശിവപ്രതിഷ്ഠേനെ ഫേസ് ചെയ്തിട്ടാണ് ഈ 2 നന്ദി ഇരിക്കുന്നത്. അവിടെ അതിൻ്റെ അമ്പലത്തിലേക്ക് കയറുന്ന അവിടെയുള്ള ഇതൊക്കെ 3D സ്കൾപ്ചേഴ്സൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മേ, ഇതിലിങ്ങനെ ഡാൻസിൻ്റെതും ദൈവങ്ങളതും പല പല ഫോംസ് ഉണ്ട്. ശരിക്കും ഒരു ഗൈഡഡ് ടൂറായിരുന്നെങ്കിൽ നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തന്നേനെ. ഞങ്ങൾക്ക് ആ ഒരു സമയം ഞങ്ങളുടെ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കുറച്ച് പേര് ഫുൾ ടയേർഡായിട്ട് കാറിൽ തന്നെ ഇരിപ്പായിരുന്നു. നമ്മൾ ഫുള്ള് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാം ഒന്ന് എൻജോയ് ചെയ്ത്. പക്ഷേ ഇത് ഹൊയ്സലേശ്വര അമ്പലം വന്നിട്ട് കുറേയും കൂടെ ഇത് വന്നിട്ട് ബാഹുബലിൻ്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയായിരുന്നു. ഇതിൻ്റെ പുറത്ത് കുറേ ഇതുണ്ട്. ഇത് നമുക്കിങ്ങനെ ഭാഗ്യം ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം 200-300 റുപ്പീസിനൊക്കെ നമ്മളുടെ ഇരിക്കുന്ന സാധനം കിട്ടും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വെച്ച് നമ്മളുടെ ബാംഗ്ലൂരേക്ക് വെച്ച് പിടിച്ചു. ചിക്ക്മംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്നത് വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ബാംഗ്ലൂർ ട്രാഫിക് കാരണം കുറേ പേട്ട് വിശന്ന് നമ്മൾ ഗ്ലോബൽ ഹട്ടിൽ കയറി അവിടെ കണ്ടതെല്ലാം വാങ്ങിയിട്ടുണ്ട്. എല്ലാം വാരി വെട്ടി വിഴുങ്ങുമായിരുന്നു. കണ്ണ് കാണാത്ത വിശപ്പ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു സത്യം പറഞ്ഞാൽ അന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതിരുന്ന് ഫുള്ളടിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങ് പിരിഞ്ഞു എന്ന് പറയാം. അതാണ് സത്യം. അങ്ങനെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂ ഇയർ വി ഹാഡ്. ഹാപ്പി ന്യൂ ഇയർ.